ഹലോ, അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ചിക്കൻ മഷ്റൂം റോളാണ്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് വേണ്ട ഇൻഗ്രീഡിയൻസ്. മഷ്റൂമാണ് മെയിൻ. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കനും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. അപ്പം നമുക്കൊരു കടായി എടുത്ത് വളരെ കുറച്ച് ഓയിലിട്ടാൽ മതി. അതിലേക്ക് നമുക്ക് വേണ്ട വെളുത്തുള്ളി, മുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സവോള ആഡ് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് ആവശ്യമായ ചിക്കൻ ഇട്ടിട്ട് നമുക്കതൊരു 3 മിനിറ്റ് നേരത്തേക്കിന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിയുമ്പം അത് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ മഷ്റൂം ഇട്ട് ആഡ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വളരെ കുറച്ച് മസാല ഇട്ടാൽ മതി. എല്ലാവരും കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം നമുക്കിത് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി നല്ല ഡ്രൈ പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തി റെഡിയാക്കാം. അപ്പോൾ ഒരു കല്ലിലേക്ക് സാധാ പോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഈ റോളിലേക്ക് ആവശ്യത്തിന് ഏത് സോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഒത്തിരി സോസ് ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഇതൊരു ഷേസ്വാൻ്റെ ചട്നിയാണ്. അപ്പോൾ ഈ ഷേസ്വാൻ ചട്നി നന്നായിട്ടിട്ട് അതിലേക്ക് ഇച്ചിരി സവോളയും പിന്നെ ക്യാബേജ്, ഇത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പം വെയിറ്റ് ലോസിന് വേണ്ടിയുള്ളവർക്ക് ക്യാബേജ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ക്യാബേജിലേക്ക് നമുക്ക് നമ്മുടെ റോളിൻ്റെ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് ഇത് നല്ലതായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. അപ്പം ഇതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ് എന്തോരം വേണം, ഇപ്പോൾ ക്യാബേജിൻ്റെ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറും നിറയും, ഒത്തിരി കാലറി ആവത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടേതായ മോഡിഫിക്കേഷൻസ് വരുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.